Dear students, മോഡൽ പേപ്പർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് മോഡ്യൂളിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ഫോർ എ റാൻഡം വാക്ക് സിമുലേഷൻ ഇൻ എ 2D grid starting from the origin 0, 0. At each step, randomly moved up, down, left or right. Print the final position after 10 steps. 4-mark question ആണ്. എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് എടുക്കണം. അപ്പോൾ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് 0, 0. എക്സ് ഈസിക്കൽ ടു 0 ആൻഡ് വൈ ഈസിക്കൽ ടു 0. ഒരു റാൻഡം വോക്കാണ്. അത് അപ്പ് ആകാം, ഡൗൺ ആകാം, ഓർ ഇറ്റ് ക്യാൻ ബി ലെഫ്റ്റ് ഓർ റൈറ്റ്. ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വൈ ആക്സിസ് റിലേറ്റഡ് ആണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ്മെൻറ്റ് എക്സ് ആക്സിസ് റിലേറ്റഡ് ആണ്. നമുക്ക് പ്രോഗ്രാം എഴുതി നോക്കാം. സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഒറിജിൻ 0, 0 എന്ന് സെറ്റ് ചെയ്യുക. നമുക്ക് ഇങ്ങനെ കൊടുക്കാം. വേരിയബിൾ എക്സ് കോമ വൈ ഈക്വൽ ടു 0, 0. അപ്പോൾ ഒറിജിൻ സെറ്റ് ചെയ്തു. സോ ഇനിഷ്യലൈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഇനി ചെയ്യാനുള്ളത് എന്താണ്? 10 റാൻഡം സ്റ്റെപ്സ് ജനറേറ്റ് ചെയ്യണം. സോ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. 4 വേരിയബിൾ ഐ, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം അണ്ടർസ്കോർ. ആ ഒരു ഐ എന്ന് പറഞ്ഞ വേരിയബിൾ ഇനി അങ്ങോട്ട് യൂസ് ചെയ്യുന്നില്ല. സോ അണ്ടർസ്കോർ ഇൻ റേഞ്ച് 10. അപ്പോൾ ആ ഒരു ലൂപ്പ് 10 ടൈംസ് വർക്ക് ചെയ്യും ഫ്രം 0 to 9. ദെൻ ഒരു വേരിയബിൾ എടുക്കാം. ഡയറക്ഷൻ ഈക്വൽ ടു റാൻഡം ഡോട്ട് ചോയ്സ്. ഒരു ലിസ്റ്റ് കൊടുക്കാം. അപ്പ് കോമ ഡൗൺ കോമ ലെഫ്റ്റ് കോമ റൈറ്റ്. അപ്പോൾ ഒരു ലിസ്റ്റ് കൊടുത്തു. സോ ആ ഒരു ലിസ്റ്റിൽ നിന്ന് റാൻഡമായിട്ട് പിക്ക് ചെയ്യും. റാൻഡമായിട്ട് ഓരോ ചോയ്സ് പിക്ക് ചെയ്യാനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ആ ഒരു മെത്തേഡ് ചോയ്സ്. ദെൻ ചെക്ക് ദ കണ്ടീഷൻ. ഇഫ് ഡയറക്ഷൻ ഈക്വൽ ടു അപ്പ്, അതായത് ഇപ്പോൾ സെലക്ട് ചെയ്ത ഡയറക്ഷൻ അപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വൈ ആക്സിസ് ഇൻക്രിമെൻ്റ് ചെയ്യണം, അല്ലേ? അപ്പം എന്ന് പറയുമ്പോൾ മുകളിലോട്ടാണ് പോകുന്നത്. സോ വൈ ഈസിക്കൽ ടു വൈ പ്ലസ് 1 എന്ന് കൊടുക്കാം. മൂവ് അപ്പ്, ഇൻക്രീസ് വൈ ബൈ 1. ദെൻ എലിഫ് ഡയറക്ഷൻ ഈക്വൽ ടു ഡൗൺ. ഇനി ഡൗൺ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഡിക്രീസ് വൈ ബൈ 1. അത് ഡയറക്ഷൻ ഡൗൺ ആണ്, വൈ ഹാസ് ടു ബി ഡിക്രീസ്ഡ് ബൈ 1. അപ്പം ഇങ്ങനെ കൊടുക്കാം. y ഈക്വൽ ടു വൈ മൈനസ് 1. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. എലിഫ് ഡയറക്ഷൻ ഈക്വൽ ടു ലെഫ്റ്റ്, അതായത് ഇഫ് ദ ചോസൺ ഡയറക്ഷൻ ഈസ് ലെഫ്റ്റ്, എക്സ് ഹാസ് ടു ബി ഡിക്രീസ്ഡ് ബൈ 1. അവിടെ എക്സ് ആക്സിസ് ആണ് ചേഞ്ച് ചെയ്യാനുള്ളത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ്മെൻറ്റ് വരുമ്പോൾ എക്സ് ആണ് ചേഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ലെഫ്റ്റ് വരുമ്പോൾ ഡിക്രീസ് എക്സ് ബൈ 1. അപ്പം ഇങ്ങനെ കൊടുക്കാം. എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1. ദെൻ എൽസ്, അപ്പോൾ ഈ 3 കണ്ടീഷൻ അല്ലാന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ആയിരിക്കും. അപ്പോൾ എൽസ് എന്ന് കൊടുത്താൽ മതി, ഇനി കണ്ടീഷൻ കൊടുക്കണ്ട. എൽസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് റൈറ്റ് മൂവ്മെൻ്റ് ആണ്. സോ എക്സ് ഹാസ് ടു ബി ഇൻക്രീസ്ഡ് ബൈ 1. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഈ ഒരു ലൂപ്പ് 10 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. സോ റാൻഡം 10 സ്റ്റെപ്സ് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് ദ ഫൈനൽ പൊസിഷൻ. സോ ഔട്ട്സൈഡ് ദ ഫോർ ലൂപ്പ് ഇങ്ങനെ കൊടുക്കാം. പ്രിൻറ്റ് ഫോർമാറ്റഡ് സ്ട്രിംഗ് ഫൈനൽ പൊസിഷൻ ആഫ്റ്റർ 10 സ്റ്റെപ്സ്, വേരിയബിൾ എക്സ് കോമ വേരിയബിൾ വൈ. ഓക്കെ, പ്രോഗ്രാം ആയിട്ടുണ്ട്. നമുക്കത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ? ഫൈനൽ പൊസിഷൻ ആഫ്റ്റർ 10 സ്റ്റെപ്സ്. ദെൻ ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ? ഡിഫറെൻറ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. കാര്യം റാൻഡം സിമുലേഷനാണ്. ഓരോ തവണയും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2019 സ്കീം അനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു.
write a Python program to create a 3x3 matrix named A with random integer values between 1 and 10. നമുക്ക് പ്രോഗ്രാം എഴുതി നോക്കാം. ഇവിടെ numpy യൂസ് ചെയ്യുന്നുണ്ട്. സോ numpy പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് numpy as np. സോ numpy പാക്കേജ് അവിടെ ഷോർട്ട് നെയിം ആയിട്ട് np എന്ന് കൊടുത്തു. ഇപ്പം numpyയുടെ അകത്ത് വരുന്ന ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാം യൂസിങ് ദ ഹാൻഡിൽ np. then ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. a ഈക്വൽ ടു റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യണം. റാൻഡം നമ്പേഴ്സ് ആണ് ആ ഒരു 3x3 മാട്രിക്സിൽ വരാനുള്ളത്. സോ ഇങ്ങനെ കൊടുക്കാം. np ഡോട്ട് റാൻഡം ഡോട്ട് റാൻഡ് ഇൻറ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാം. റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യണം ഫ്രം 1 to 10. ഇങ്ങനെ കൊടുക്കാം 1,11. and meaning random numbers will be generated from 1 to 10. comma now size mention ചെയ്യണം. അവിടെ 3 rows 3 columns. സോ അതുപോലെ ജനറേറ്റ് ചെയ്യാൻ ഇങ്ങനെ കൊടുക്കണം. size equal to arguments 3,3. ഒരു 3x3 മാട്രിക്സ് ജനറേറ്റ് ചെയ്യും. അതിൽ എലമെൻറ്റ്സ് റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്യും. റാൻഡം ഇൻറ്റീജേഴ്സ് from 1 to 10. and that will be saved in the array A. ഇനി അത് പ്രിന്റ് ചെയ്യാം. സോ ഇങ്ങനെ കൊടുക്കാം print the array name A. നമുക്കത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, റാൻഡം അറേ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സൈസ് ഈസ് 3x3, 3 rows 3 columns. ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, അവിടെ റാൻഡം ആയിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓരോ തവണയും സിമുലേറ്റ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ മാട്രിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ചോദിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാട്രിക്സ് അക്സെപ്റ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാൻ, ദെൻ അത് ഡയഗണൽ മാട്രിക്സ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ, ദെൻ മാട്രിക്സ് അഡിഷൻ, ട്രാൻസ്പോസ്, മൾട്ടിപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരാം. അതൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.